നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിലേക്കുള്ള മടങ്ങി വരവ് ഗോൾഡ് മേളം നടത്തിക്കൊണ്ട് ആഘോഷിക്കുകയാണ് അയാൾ. ബെറ്റീസിലേക്ക് മടങ്ങിയെത്തി ഇപ്പോഴിതാ ഗോൾഡ് മേളം നടത്തുന്നു അർജന്റീൻ സൂപ്പർ താരം ജിയോവാനി ലോ ചെൽസോ. ഇന്നലെയും അദ്ദേഹം ഗോൾ അടിച്ചു. ലാസ് പാൽമാസിനെതിരെ റയൽ ബെറ്റീസ് പുറകിൽ നിന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വകയാണ് അവരുടെ ഗോൾ വന്നത്. മത്സരം 1-1 സമനില. ഈ സീസണിൽ ഇപ്പോൾ ബെറ്റീസിനായിട്ട് അദ്ദേഹം ആകെ 213 മിനിറ്റുകളാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങിയത്. ആ 213 മിനിറ്റിനുള്ളിൽ 4 ഗോളുകളാണ് അടിച്ചു കൂട്ടിയിരിക്കുന്നത്. 4 ഗോളുകളുമായിട്ട് ലാലിഗയുടെ ടോപ്പ് സ്കോറർ ലിസ്റ്റിൽ അദ്ദേഹം ഇടം പിടിച്ചിട്ടുണ്ട്. നോക്കുക, കഴിഞ്ഞ 3 കളികൾ ബെറ്റീസും ഗെറ്റാഫയ്ക്കെതിരെ, അദ്ദേഹം ബെറ്റീസിനാണല്ലോ കളിക്കുന്നത്, ഗെറ്റാഫയ്ക്കെതിരെ അദ്ദേഹം ഇരട്ട ഗോളുകളാണ് നേടിയത്. അന്ന് 2-1 ബെറ്റീസ് വിജയിച്ച് കയറി. മയോർക്കെതിരെ അദ്ദേഹത്തിന്റെ വക 1 ഗോള്, പക്ഷെ 2-1 ടീം തോറ്റു. പിന്നെ ലാസ് പാൽമാസിനെതിരെ ഇന്നലെ നടന്ന മത്സരം അദ്ദേഹത്തിന്റെ വക 1 ഗോള്, 1-1 സമനില. ചുരുക്കത്തിൽ കഴിഞ്ഞ 3 കളികളിൽ അദ്ദേഹം പൊളിച്ചടുക്കി. സോഫാ സ്കോർ അദ്ദേഹത്തിന് കൊടുക്കുന്ന റേറ്റിംഗ് നോക്കണം. ഗെറ്റാഫയ്ക്കെതിരെ 9.7, പിന്നെ മയോർക്കെതിരെ 7.6, ഇന്നലെ ലാസ് പാൽമാസിനെതിരെ 9. സോ പൊളിച്ചെടുക്കുകയാണ് ജിയോവാനി ലോ ചെൽസോ എന്നർത്ഥം. എന്തായാലും അർജന്റീനയുടെ ഈ ഒക്ടോബർ മാസത്തേക്കുള്ള കോളപ്പിത വരാൻ പോകുന്നു. ലോ ചെൽസോ എന്തായാലും ടീമിൽ കാണുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ലയണൽ സ്കലോനിയുടെ വളരെ വിശ്വസനായിട്ടുള്ള താരം കൂടിയാണ് ലോ ചെൽസോ. അദ്ദേഹം ഫോമിലാണ് എന്നുള്ളത് അർജന്റീനയ്ക്ക് കൂടുതൽ കരുത്തു പകരും എന്നുള്ളതിൽ തർക്കമില്ല. ഇപ്പൊ ലാലിഗയുടെ ടോപ്പ് സ്കോറർ പട്ടിക നോക്കുക. 1-ാമതുള്ള റോബർട്ട് ലെവൻഡോസ്കി 7 ഗോളുകൾ, അയോസ് പെരസ് VRL താരം 6 ഗോളുകളുമായി 2-ാമത്, 3-ാമത് കിലിൻ എംബാപ്പയും റാഫീനയും 5 വീതം ഗോളുകൾ. തൊട്ടു പുറകിൽ ജിയോവാനി ലോ ചെൽസോ 4 ഗോളുകൾ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.